ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കൻ പീസ്, 2 കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ കട്ട തൈര് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു റസ്ക് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ തൈര് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോരോ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ പീസ് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ചിക്കൻ പീസ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് നേരത്തേക്ക് നമുക്കിത് ഇളക്കാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാലകളെല്ലാം ചട്ടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. അപ്പോൾ ഓരോ പീസായിട്ട് വേണം മറിച്ചിടാനായിട്ട്. മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും ഈ സമയത്ത് വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആണെങ്കിലും ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഒരു സൈഡ് മറിച്ചിട്ടതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇപ്പം നമ്മൾ ഇളക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.